നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബെറ്റിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സ്പോർട്സ് ബെറ്റിംഗ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കുറച്ച് കമൻസിനും അല്ലെങ്കിൽ അതിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള റിപ്ലൈ എനിക്ക് തരാനുണ്ട്. അപ്പോൾ ആദ്യം വന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ എന്തുകൊണ്ട് ഫുക്രുവിൻ്റെയും അർജുൻ്റെയും വീഡിയോ ചെയ്തു എന്നുള്ളത്. കാരണം എൻ്റെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി Dream11 ബേസ്ഡ് അല്ല. കുറച്ച് ടെക്കിന് എനേബിൾ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വീഡിയോസും എൻ്റെ ചാനലിൽ വരും. പക്ഷേ അൾട്ടിമേറ്റ്ലി എൻ്റെ 75% വീഡിയോസ് അല്ലെങ്കിൽ 90% വീഡിയോസും Dream11 ബേസ് ചെയ്തിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് അറിയാം. അപ്പോൾ അതിൽ യാതൊരു നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, കുറേ പേര് എനിക്ക് ഇതിൽ മെസ്സേജ് അയച്ചായിരുന്നു. അതായത് ഇന്നലത്തെ ടിപ്സൊക്കെ വളരെ നല്ലതായിരുന്നു, ഒത്തിരി നന്ദിയുണ്ട് ആ ഒരു കാര്യം പറഞ്ഞതിന്. കാരണം എല്ലാവരും എന്നെ ഈ ഒരു വീഡിയോയിൽ WBN vs LEV മാച്ചിൽ ഒത്തിരി പേർ എനിക്ക് കമൻറ്റ് അയച്ചു. അത് വീഡിയോയുടെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ആയി. എൻ്റെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഒരു വീഡിയോ ഒറ്റ ദിവസം കൊണ്ട് 1000 വ്യൂസ് ആവുന്നത്. അതിലെല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളാണ് സത്യം പറഞ്ഞാൽ എന്നെ വീണ്ടും വീണ്ടും വിജയിപ്പിക്കുന്നത്. ഇനിയും വീഡിയോസ് ഇടാനുള്ള പ്രചോദനം മാത്രമാണ് ഈ 1000 വ്യൂസ്. 1000 വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു 1000, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു എമൗണ്ടാണ്. എന്നെപ്പോലത്തെ ഒരു സ്റ്റാർട്ടിങ് ഉള്ള ഒരു ചാനൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1000 വ്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതാണ്. നിങ്ങൾക്കത് പറയാൻ മനസ്സിലാകത്തില്ല എത്രത്തോളം സന്തോഷത്തിലാണ് ഞാൻ എന്നുള്ളത്. പിന്നെ ശനിയാഴ്ച 2 പേർക്ക് GL അടിച്ചു, അത് അതിനേക്കാളും മാധുര്യം കൂട്ടുന്നു. പിന്നെ ഇന്നിപ്പോൾ കുറേ പേര് എനിക്ക് അയച്ചു, GL നല്ല ടിപ്സ് ആയിരുന്നു, ഒത്തിരി റാങ്ക് കിട്ടി. പിന്നെ ഇവിടെ 2-3 പേര് എനിക്ക് കമൻറ്റ് അയച്ചു, GL കിട്ടി എന്നുള്ള രീതിയിൽ കമൻറ്റ് അടിച്ചു. പക്ഷേ എത്രയാണ് എമൗണ്ട് എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടില്ല. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് GL അടിച്ചു എന്നുള്ള ഒരു കാര്യം. അപ്പോൾ GL അടിച്ചെങ്കിൽ ഓക്കെ, വളരെ നല്ല കാര്യം. നിങ്ങൾക്ക് GL ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൽ താഴെ ഷെയർ ചെയ്യാന്നുള്ള ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ വരും വീഡിയോയിൽ ആ GL വീഡിയോസിന് അല്ലെങ്കിൽ GL വിന്നിങ്സിനെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ, കാര്യമല്ല. അപ്പോൾ 2 മിനിറ്റ്സ് ഓൾറെഡി പോയി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കണ്ടന്റിലേക്ക് വരാം. ഇന്നത്തെ കണ്ടന്റ് സ്പോർട്സ് ബെറ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ സ്പോർട്സ് ബെറ്റിംഗ്, ഞാൻ ആദ്യമേ പറയാം, ഞാൻ സ്പോർട്സ് ബെറ്റിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല. ഒരുപാട് പേരുടെ റിക്വസ്റ്റാണ്, ഒത്തിരി പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്ത് സ്പോർട്സ് ബെറ്റിംഗ് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സോ നിങ്ങൾക്ക് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. കാരണം ഒരുപാട് പേര് ക്യാഷ് ഇറക്കുന്നുണ്ട്. Dream11 ഒരു ടൈപ്പാണ്, ഫാൻറ്റസി സൈറ്റിൽ നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. പക്ഷേ ബെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ബെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അങ്ങനത്തെ ഒരു സംഭവമാണ്. Dream11 എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് സ്കില്ലും കുറച്ച് ലക്കും കൂടെ ബേസ്ഡ് ആണ്. അൾട്ടിമേറ്റ്ലി ലക്ക് ബേസ്ഡ് അല്ല Dream11. കുറച്ച് നമ്മുടെ സ്കിൽ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം, പിന്നെ ബാക്കിയെല്ലാം ലക്കിൻ്റെ ബേസ്ഡിലാണ്. എന്നാലും അൾട്ടിമേറ്റ്ലി ലക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നിരുന്നാലും ലക്ക് ഒരു മെയിൻ ഫാക്ടറാണ് ബെറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ക്യാഷ് പെട്ടെന്ന് പോകാനും ക്യാഷ് പെട്ടെന്ന് ട്രിപ്പിൾ അല്ലെങ്കിൽ 4 ടൈംസ് ആയിട്ട് തിരിച്ചിട്ടാനൊക്കെ പറ്റിയൊരു സംഭവമാണ് ബെറ്റിംഗ്. പക്ഷേ ബെറ്റിങ്ങിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല. ഞാൻ ബെറ്റിംഗ് ഒരിക്കൽ കളിച്ചിട്ടുണ്ട്, പക്ഷേ ഞാനിപ്പോൾ ബെറ്റിംഗ് കളിക്കുന്നില്ല. ഞാൻ ഒരു ബെറ്റിംഗ് സൈറ്റിലും ഇല്ല. അതുകൊണ്ട് ഞാൻ ബെറ്റിംഗ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇത് പ്യുവർലി എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് അല്ലെങ്കിൽ പ്യുവർലി ഇൻഫോർമാറ്റീവ് പർപ്പസിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. ഇതിൽ നിന്ന് കിട്ടുന്ന വീഡിയോ മീൻസ് ഇൻഫർമേഷൻസ് വെച്ചിട്ട് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ മാത്രം കളിക്കുക. ഞാൻ ആരെയും പ്രൊമോട്ട് ചെയ്യത്തില്ല ഈ ഒരു കാര്യത്തിൽ, ബെറ്റിംഗ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ സ്ട്രെയിറ്റ് അവേ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ സ്ലൈഡ് ബൈ സ്ലൈഡായിട്ട് ഓരോരോ ടിപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോസ് ഫുള്ളായി കാണുക. മുന്നത്തെ Dream11 സ്ലൈഡ് ബൈ സ്ലൈഡ് ഞാൻ കാണിച്ചായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നും കുറേ പേർക്ക് അത് ഇൻഫോർമാറ്റീവ് ആയെന്നുള്ള മെസ്സേജൊക്കെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ നമുക്ക് ബെറ്റ് ചെയ്യാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഓഡ്സ് ഫേവർ, അത് ഓഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. അങ്ങനത്തെ കുറേ ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു സ്ലൈഡ് ബൈ സ്ലൈഡായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളത് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ സ്ലൈഡിൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സ്പോർട്സ് ബെറ്റിങ്ങിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരു ചെറിയൊരു ബിഗിനേഴ്സ് ഗൈഡ് എന്ന് വേണമെങ്കിൽ പറയാം.
ആദ്യമേ ഡിസ്ക്ലൈമർ പറയാം, ഞാനൊരു ഗാംബ്ലിംഗ് ഓപ്പറേറ്റർ അല്ല. ഞാൻ ഒരു ഗാംബ്ലിംഗ് സൈറ്റും ഈ സൈറ്റിൽ കാണുന്ന ഒരു കാര്യങ്ങളും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷനും അല്ലാന്നുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ് വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ബെറ്റിംഗ് സൈറ്റിനെ കുറിച്ചും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ അവരവരുടെ ലോക്കൽ ലോസ് കണ്ടുപിടിക്കുക. ലോക്കൽ ലോസ് അനുസരിച്ചിട്ട് വേണം ബെറ്റിങ്ങിൽ ചെയ്യാനായിട്ട്. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ലോക്കൽ ലോസ് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ സൈറ്റിലൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സോൾ റെസ്പോൺസിബിലിറ്റി അല്ല, അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓൾറെഡി ഞാൻ വാൺ ചെയ്യുവാണ്. ബെറ്റിംഗ് ലീഗാലിറ്റി ഇൻ ഇന്ത്യ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം കാണും, ബെറ്റിംഗ് ലീഗലാണോ അല്ലയോ എന്നുള്ളത്. ബെറ്റിംഗ് ലീഗലാണെന്നും ആരും പറഞ്ഞിട്ടില്ല, ഇല്ലീഗലാണെന്നും ആരും പറഞ്ഞിട്ടില്ല. കാരണം ഇല്ലീഗൽ എന്ന് തന്നെയാണ് മോസ്റ്റ്ലി എല്ലാവർക്കും തോന്നുന്നു. ബെറ്റിംഗ് ഇല്ലീഗലാണല്ലോ, ഒരുപാട് IPL വാതുവെപ്പ് അങ്ങനെ അത് ഫിക്സിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അത് പറയാം. പക്ഷേ ഒരു ലോയും പ്രിവെൻറ്റ് ചെയ്യുന്നില്ല ഓൺലൈൻ ബെറ്റിങ്ങിനെ കുറിച്ച്. അത് ഇല്ലീഗൽ ആക്ടിവിറ്റി ആണെന്ന് ഒരു ലോയും ഇന്ത്യയിൽ പറയുന്നില്ല. കാരണം നമ്മുടെ IPL ഒക്കെ സമയത്ത് ഇഷ്ടംപോലെ വെബ്സൈറ്റ്സ് ഉണ്ട്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിന് ഒത്തിരി വെബ്സൈറ്റ്സ് ഉണ്ട്. അവരെല്ലാം ഒത്തിരി ഓഡ്സും ഒത്തിരി മാച്ചസും ആണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഗാംബ്ലിംഗ് ആക്ട് 1867 പ്രകാരം എല്ലാ ഗാംബ്ലിങ്ങും ഇല്ലീഗലാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, വെബ്സൈറ്റിൽ ഉള്ള ഗാംബ്ലിംഗ് അല്ലെങ്കിൽ സ്പോർട്സ് ബെറ്റിംഗ് ഇല്ലീഗലാണെന്നുള്ളത് എങ്ങും പറഞ്ഞിട്ടില്ല, ഒരു ലോ ആയിട്ട് പറഞ്ഞിട്ടില്ല, നിയമം ഇല്ല. US ശരിക്കും പറഞ്ഞ ഒരു നിയമമുണ്ട്, അമേരിക്കൻ ഇൻ്റർനെറ്റ് ഗാംബ്ലിംഗ് പ്രൊഹിബിഷൻ ആക്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു ലോ ഇല്ല. അപ്പോൾ ലോ ഇല്ലാത്തടത്തോളം കാലം അത് നമുക്ക് കളിക്കാമെന്നോ അല്ലെങ്കിൽ കളിക്കാനുള്ള ഒരു ഫ്രീഡം എന്നോ ഉള്ളതല്ല പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇത് ഇല്ലീഗലാണെന്നുള്ളത് എങ്ങും പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇന്ത്യൻ റെസിഡൻറ്റ് പുറത്തുള്ളൊരു രാജ്യം, പുറത്തിപ്പം സപ്പോസ് ഫോർ എക്സാമ്പിൾ വെസ്റ്റ് ഇൻഡീസിൽ ഇപ്പോൾ സപ്പോസ് ലീഗലാണെന്ന് വെച്ചോളൂ. വെസ്റ്റ് ഇൻഡീസിലുള്ള സൈറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നു, ബെറ്റ് ചെയ്യുന്നു. വെസ്റ്റ് ഇൻഡീസിൽ ലീഗലാണ്, ഇവിടെ ഇല്ലീഗലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആളെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഗിൽറ്റി ആയിട്ട് പറയാനോ ഒന്നും നമുക്ക് അവകാശമില്ല. കാരണം വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജമൈക്കയിലാണ്, വെസ്റ്റ് ഇൻഡീസിലാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ദയവായിട്ടും നോട്ട് ചെയ്യുക. എന്നിട്ട് വേണം ബെറ്റിങ്ങിൻ്റെ മെയിൻ ഇൻഫോർമേഷനിലേക്ക് പോകാൻ. ഇനി എനിക്ക് പറയാനുള്ള ഫസ്റ്റ് ബെറ്റിംഗ് ടിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ ആദ്യമേ 10,000 ഒരൊറ്റ നോട്ടിൽ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഫസ്റ്റ് ഇപ്പോൾ ഒരു 1000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളൊരു 10 രൂപയോ അല്ലെങ്കിൽ ഒരു 100 രൂപയോ ഒരൊറ്റ സെഷനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്കിതിൽ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഇവിടെ വന്നിട്ടുള്ള പലരും ചെയ്തൊരു മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഉള്ള ക്യാഷ് എല്ലാം ഒത്തിരി അങ്ങ് യൂട്ടിലൈസ് ചെയ്യും. കാരണം ഇപ്പം നമുക്കൊരു ഫേവറേറ്റ് മാച്ച് ഉണ്ടെന്ന് വെച്ചോളൂ, ഇന്ത്യ ഓസ്ട്രേലിയ. അപ്പം നമ്മുടെ ക്യാഷ് എല്ലാം ഒരു മാച്ചിൽ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളങ്ങ് തീർക്കും ഫുൾ എമൗണ്ട്. അപ്പോൾ 10,000 രൂപ നഷ്ടപ്പെട്ടാണെങ്കിൽ 10,000 രൂപ നഷ്ടപ്പെട്ടു പോയി, അത്ര തന്നെ. അതിൽ വേറൊന്നും പറയാനില്ല. പിന്നെ നോളജും, ഒരു സ്പോർട്സിനെ കുറിച്ചുള്ള നോളജും അല്ലെങ്കിൽ എക്സ്പീരിയൻസും ഇല്ലാതെ ആരും ടിപ്പ് ചെയ്യാനായിട്ട് വരരുത്. ആദ്യം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഞാൻ ഇനി അടുത്തത് പറയാൻ പോകുന്നത്. ബേസിക്സ് ആദ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. പുതിയൊരാളാണെന്നുണ്ടെങ്കിൽ എന്താണ് ബെറ്റിംഗ്, ഈ ബെറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം കിട്ടും, അല്ലെങ്കിൽ ലോസ് ആയാൽ എത്രത്തോളം പോകും, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കുക ബെറ്റിങ്ങിനെ കുറിച്ച്. സ്പോർട്സ് ബെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗാംബ്ലിംഗ് മെത്തേഡാണ്. ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം സ്പോർട്സ് ബെറ്റിംഗ് ആയതുകൊണ്ട് തന്നെ സ്പോർട്സ്, ഇപ്പോൾ ഒരാൾ ഫുട്ബോളിൽ കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ നന്നായിട്ട് നോക്കാം, ക്രിക്കറ്റിനാണെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റ് നോക്കാം, ഇനിയിപ്പോൾ ടെന്നീസ് ആണെന്നുണ്ടെങ്കിൽ ടെന്നീസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ഒത്തിരി റിസ്ക് എടുക്കുന്നതിന് മുന്നേ തന്നെ എങ്ങനെയാണ് ഈ സ്പോർട്സ് ബെറ്റിംഗ് വർക്ക് ചെയ്യുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സ്പോർട്സ് ബെറ്റിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് ബെറ്റ് വയ്ക്കാൻ പറ്റത്തുള്ളൂ. ബെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓഡ്സ്, അതായത് ഞാൻ നിങ്ങളെ ഈ ഓരോരോ മാച്ചിൻ്റെ പ്രഡിക്ഷൻസ് പറയുമ്പോൾ ബെറ്റിംഗ് ഓഡ്സ് സജസ്റ്റ് ചെയ്യുന്നത് ബൊറൂസിയ ജയിക്കും, അങ്ങനത്തെ ഒക്കെ ടേംസ് യൂസ് ചെയ്യാറുണ്ട്. മിക്കവാറും എല്ലാ ഫുട്ബോളിലാണെന്നുണ്ടെങ്കിൽ സോഫാ സ്കോറിൽ അങ്ങനത്തെ സൈറ്റിലൊക്കെ ബെറ്റിംഗ് ഓഡ്സ് കൊടുക്കാറുണ്ട്. അതായത് ബെറ്റിംഗ് ഓഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഒരു മാച്ചിനും ഓരോ ഓഡ്സ് സജസ്റ്റ് ചെയ്യും, ഫേവറേറ്റ്സ് ആരാണ്, അണ്ടർഡോഗ്സ് ആരാണെന്നുള്ളത്.
അപ്പോൾ ഓഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻറ്റഗ്രൽ പാർട്ടാണ് സ്പോർട്സ് ബെറ്റിങ്ങിൽ. ഫേവറേറ്റ്സ് ആരാണ്, അണ്ടർഡോഗ്സ് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നോർമലായിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഫേവറേറ്റ്സിനായിരിക്കും ബെറ്റ് ചെയ്യുന്നത്. അതായത് ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബൊറൂസിയും വർഡർ ബ്രെമനും തമ്മിൽ കളിക്കാമെന്ന് വെച്ചു, ഏറ്റവും ലാസ്റ്റും ഏറ്റവും ടോപ്പും. അപ്പോൾ നമുക്കറിയാം നമ്മൾ എപ്പോഴും ഫേവറേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ബൊറൂസിയയ്ക്ക് മാത്രമാണ് ടിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ബൊറൂസിയയുടെ ഓഡ്സ് എന്ന് പറഞ്ഞാൽ 1.14 ആയിരിക്കും. നേരെ മറിച്ച് വർഡർ ബ്രെമന് 15 ആയിരിക്കും ബെറ്റിംഗ് ഓഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വർഡർ ബ്രെമൻ ബുക്കീസ് എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബുക്കീസ് കൂടുതലും ഈ 15 ബെറ്റ് ചെയ്യും. അതായത് ഇപ്പം 100 രൂപ ഇടുകയാണെന്നുണ്ടെങ്കിൽ 1500 ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ്. ഇപ്പോൾ സപ്പോസ് വർഡർ ബ്രെമൻ ജയിക്കുവാണെന്നുണ്ടെങ്കിൽ. നേരെ മറിച്ച് ബൊറൂസിയയ്ക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ 1.17 ആണ്. അതായത് 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 117 രൂപയേ ഉള്ളൂ ലാഭം കിട്ടുന്നത്. ഇതാണ് സത്യം പറഞ്ഞാൽ ഓഡ്സ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ ബെറ്റിങ്ങിൽ പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ബുക്ക് മേക്കേഴ്സ്, അതായത് നമ്മുടെ ബുക്കീസ് ചുമ്മാ കാശ് ഉണ്ടാക്കുന്നവരല്ല. അവരൊരു സ്പെസിഫിക് ടെക്നിക്സ് വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഓരോരോ കാര്യത്തിലും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ബുക്കീസ്, അതായത് ബുക്ക് മേക്കേഴ്സിന് എപ്പോഴും നോർമൽ നമ്മുടെ പോലത്തെ കസ്റ്റമേഴ്സിനേക്കാൾ അഡ്വാൻറ്റേജ് കൂടുതലുള്ളത്. അതുകൊണ്ടാണ് ബുക്ക് മേക്കേഴ്സ് എപ്പോഴും ഒത്തിരി ക്യാഷ് ഉണ്ടാക്കും, ഒത്തിരി ലാഭം ഉണ്ടാക്കും. അത് ഇങ്ങനത്തെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ കളിച്ചിട്ടാണ്. നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ബുക്കീസ് പോകുന്നത്. അതാണ് ഞാൻ പറയുന്നത്, വാല്യൂവിൻ്റെ കോൺസെപ്റ്റും പ്രോബബിലിറ്റിയും ഒത്തിരി വൈറ്റലാണ് സക്സസ് ആവാൻ വേണ്ടി ബെറ്റിംഗ്. ഓക്കെ, സ്പോർട്സ് ബെറ്റിംഗ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ എപ്പോഴും നിങ്ങൾക്ക് ബെറ്റിങ്ങിൽ ഉണ്ടാവണം. നിങ്ങൾക്ക് ഞാൻ മുന്നേ പറഞ്ഞു, ഡ്രീം 11 ഇൻകം വെച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഓരോരുത്തർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. പല സൈറ്റിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ ജോലി ക്വിറ്റ് ചെയ്ത് കളിക്കുന്നവരുണ്ട്. ഞാൻ വെറുതെ തമാശ പറയുന്നല്ല, അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതുപോലെ ബെറ്റിങ്ങിനും അതുപോലെ. ഓക്കെ, നമുക്ക് ജോലി നിന്നൊക്കെ വിട്ടിട്ട് നമുക്ക് ഇതിലോട്ട് തുടങ്ങിയാലോ സ്പോർട്സ് ബെറ്റിംഗ്. എനിക്ക് അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, ഇതൊക്കെ ഒരു സൈഡായിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ എമൗണ്ട് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ കുറച്ച് എമൗണ്ട് എടുക്കാനുണ്ട്, നിങ്ങളുടെ സേവിങ്സ് എടുക്കാനുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തന്നെ യൂസ് ചെയ്യുക. കാരണം പ്രൊഫഷണൽ സ്പോർട്സ് ബെറ്റേഴ്സ് ആണെങ്കിലും അവർ ജീവിക്കുന്നത് ഇത് വെച്ചിട്ടല്ല. ബുക്കീസ് ആണ് ആ ഒരു കാര്യം വെച്ച് ജീവിക്കുന്നത്. ബുക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ടിപ്പിക്കൽ ബിസിനസ് ആൾക്കാരാണ്. അവരുടെ ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട് മറിക്കാനൊക്കെ. ടിപ്പിക്കൽ സ്പോർട്സ് ബെറ്റേഴ്സിനാണെങ്കിലും 40 മുതൽ 45 പ്രാവശ്യം വരെ ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എക്സ്പെക്റ്റേഷൻസ് നിങ്ങൾ ആദ്യമേ ഓവറായിട്ട് വയ്ക്കരുത്. നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് ജീവിക്കാം. ഇനി സപ്പോസ് ഇപ്പോൾ കൊറോണയൊക്കെയാണ്, ഇനി വീട്ടിൽ ഇരുന്നത് കുറേ അങ്ങ് ബെറ്റ് ചെയ്യാം. അപ്പോൾ ആ കൂടെ ഉള്ള കുറച്ച് എമൗണ്ട് ആയിരിക്കും 10,000 രൂപ. ആ 10,000 രൂപ ഇട്ട് അങ്ങ് തുലയ്ക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാൻ പോകരുത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട, ഞാൻ ടിപ്പ് 1 പറഞ്ഞു, നിങ്ങൾ ടിപ്പ് 2 പറഞ്ഞ ഒരു കാര്യം ആദ്യം എന്താണെന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കുക. എന്താണ് ബെറ്റിംഗ് എന്നുള്ളത്? ബെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു സാധനം കൊണ്ട് ബെറ്റിങ് കാശ് കിട്ടും അങ്ങനെ ഒരു ഇതല്ല. നിങ്ങൾ മൊത്തത്തിലൊന്ന് മനസ്സിലാക്കണം എന്താണെന്നുള്ളത്. നിങ്ങൾ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആവണം. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം, ഇത് വെച്ചിട്ട് നിങ്ങളുടെ കുടുംബം പുലർത്താമെന്നൊക്കെ ഉള്ള ചിന്ത ആദ്യം മാറ്റി വയ്ക്കണം. ക്ലിയർ മൈൻഡായിട്ട് വേണം ബെറ്റ് ചെയ്യാനായിട്ട്. അതായത് നിങ്ങളുടെ ക്യാഷാണ്, നിങ്ങളുടെ റിയൽ മണിയാണ്. ഇപ്പോൾ ചില ആൾക്കാർ ഡ്രഗ്സിൻ്റെയും ആൽക്കഹോളിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ബെറ്റ് ചെയ്യാറുണ്ട്. അത് ഞാൻ മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത്, ഇന്ത്യയിലെ കാര്യമല്ല. ബെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹോൾ വേൾഡിലുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ചുമ്മാ കഞ്ചാവിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസിൽ ചുമ്മാ കയറി അങ്ങ് ബെറ്റ് ചെയ്യും. ഒരു ഐഡിയയും കാണത്തില്ല, എന്തെങ്കിലും ബെറ്റ് ചെയ്യും. അപ്പോൾ ചില ആൾക്കാർ നമ്മുടെ ബാറിലൊക്കെ ഇരുന്നിട്ട് മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബോധവും കാണത്തില്ല, ചുമ്മാ ബെറ്റ് ചെയ്യും, കാശ് കളയും. അപ്പോൾ അങ്ങനെയും കുറേ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു ഇന്ത്യയിലുള്ള കാര്യമല്ല, മൊത്തത്തിലുള്ള കാര്യമാണ്. ചില മെട്രോ സിറ്റീസിലും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കാറുണ്ട്. ബെറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രവചിക്കാവുന്നതിലും അപ്പുറമാണ് ചില സിറ്റീസിലൊക്കെ നടക്കുന്നത് ബെറ്റിങ്ങിനെ കുറിച്ച്. ഞാൻ ഈ ഒരു സ്പോർട്സ് ബെറ്റിംഗ് ഓൺലൈൻ വെബ്സൈറ്റിൻ്റെ അല്ലാണ്ടുള്ള ബെറ്റിങ്സ് ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലിയർ മൈൻഡ്, അല്ലാതെ ഇപ്പം ഞാൻ ഡ്രഗ്സ് എന്നും ആൽക്കഹോൾ എന്നും പറഞ്ഞല്ല, നിങ്ങൾ ക്ലിയർ മൈൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ബെറ്റിങ്ങിന് പോയത്. നിങ്ങൾ ആബ്സെൻറ്റ് മൈൻഡ് ആണ്, നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രശ്നത്തിൽ ഇരിക്കുകയാണ്, ഫൈനാൻഷ്യലി അല്ലെങ്കിൽ പേഴ്സണലി എന്തെങ്കിലും പ്രോബ്ലത്തിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ദയവ് ചെയ്ത് ബെറ്റ് ചെയ്യാൻ പോകരുത്. നിങ്ങൾ ക്ലിയർ മൈൻഡിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ വേണം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബെറ്റിങ്ങിൽ നിങ്ങൾക്ക് 100% ജയിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ബെറ്റ് ചെയ്യാൻ പോകാൻ പാടുള്ളൂ. ഓക്കെ,
ഇനി സ്പെസിഫിക് ആയിട്ടൊരു മാനേജ്മെൻറ്റ് പ്ലാൻ, അതായത് നിങ്ങൾ ആദ്യം മുതലേ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതലേ നിങ്ങൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾ ഒരു 1000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്പോർട്സിന് എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്പോർട്സിൽ ഒരു മാച്ചിന് എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതും പോയില്ലെങ്കിൽ ഒരു മാച്ചിൽ പർട്ടിക്കുലർ കുറേ കാറ്റഗറി ചെയ്യണം. ആ കാറ്റഗറിയിൽ എത്ര വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഐഡിയ എപ്പോഴും നിങ്ങൾക്ക് കാണണം. കാരണം നിങ്ങൾ ഒരു ഐഡിയ ഇല്ലാതെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ടിപ്പിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രമാണ് ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ചിലപ്പോൾ സക്സസ് ആവണമെന്നില്ല. ബുക്കീസും അങ്ങനത്തെ സ്പോർട്സ് എക്സ്പേർട്സും എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിനല്ല അവർ ബെറ്റ് ചെയ്യുന്നത്. അവരൊരു മാച്ചിൻ്റെ 10 ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ ആ 10 ഫിഗേഴ്സിലുമാണ് കയറി ബെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണം ലോസ് ആയാലും ഒരെണ്ണം പ്രോഫിറ്റ് ആവും. അപ്പോൾ അങ്ങനെയാണ് അവർ മൊത്തത്തിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ബെറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞിടാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആദ്യമേ കയറി ബൊറൂസിയ ജയിക്കുമോ അല്ലെങ്കിൽ വെർഡർ ബ്രെമൻ ജയിക്കുമോ എന്ന് പറഞ്ഞാൽ ബൊറൂസിയയ്ക്ക് അങ്ങ് ഡയറക്റ്റ്ലി ഫുൾ അങ്ങ് ബെറ്റ് ചെയ്യും. സപ്പോസ് ഇൻ കേസ് ബൊറൂസിയ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബെറ്റ് ചെയ്ത് 100 രൂപ നിങ്ങൾക്ക് നഷ്ടമാവും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ 100 രൂപ ബൊറൂസിയയ്ക്ക് ജയിക്കുമെന്ന് പറഞ്ഞ് ബെറ്റ് ചെയ്യുമ്പോൾ ബൊറൂസിയ തോറ്റു കഴിഞ്ഞാൽ നിങ്ങളുടെ 100 രൂപ പോയി, നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല. ഡ്രീം 11 സംബന്ധിച്ചിടത്തോളം ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഇട്ട ക്യാഷ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 26 ഇടാണെന്നുണ്ടെങ്കിൽ 25 കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പോസിബിലിറ്റി ഉണ്ട്. സപ്പോസ് ഒരുവിധം ടീം പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതിനങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. പോയാൽ പോയി, കിട്ടിയാൽ ലോട്ടറി. അങ്ങനെ ഒരു സംഭവമാണ്. ഒരു ലോട്ടറി പോലെ തന്നെയാണ്, ഒരു ഗാംബ്ലിങ്. അപ്പോൾ അൺലെസ് ആൻഡ് അൺലി നിങ്ങൾക്കൊരു സ്പെസിഫിക് മാനേജ്മെൻറ്റ് പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റ് ചെയ്യാൻ പോകരുത്. നിങ്ങൾ ബെറ്റിങ്ങിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരു മാനേജ്മെൻറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. അടുത്തെന്ന് പറഞ്ഞാൽ ബെറ്റ് ഓൺ സ്പോർട്സ് ദാറ്റ് യു നോ വെൽ. നിങ്ങൾക്ക് ഞാൻ ആദ്യമേ മുന്നേ പറഞ്ഞായിരുന്നു, സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫുട്ബോളിലായിരിക്കും ചിലർ എക്സ്പെർട്ട് ആയിട്ടുള്ളവർ. അവർ എന്തിനാണ് വെറുതെ ക്രിക്കറ്റിനോ അല്ലെങ്കിൽ ബാസ്കറ്റ് ബോളിനോ പോകുന്നത്? പോകേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫുട്ബോൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുട്ബോളിൽ ബെറ്റ് ചെയ്യുക. എഫിഷ്യൻ്റ് ബാസ്കറ്റ് ബോൾ ആണെങ്കിൽ ബാസ്കറ്റ് ബോളിൽ ബെറ്റ് ചെയ്യുക. എല്ലാം കൂടി ഒരുമിച്ച് ബെറ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം മാച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീം 11 പോലെ തന്നെ ഇഷ്ടംപോലെ മാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരെണ്ണം നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു മാച്ച്. കാരണം ഇന്നൊന്നും മാച്ച് തീരുന്നില്ല, മാച്ച് എന്നെന്നും വന്നുകൊണ്ടേയിരിക്കും. അല്ലാതെ അയ്യോ ഇന്ന് എനിക്ക് ഇത്രയും എമൗണ്ട് ഉണ്ടാക്കണം, അപ്പോൾ ഞാൻ കുറച്ച് ക്രിക്കറ്റിലിടാം, കുറച്ച് ഫുട്ബോളിലിടാം, കുറച്ച് ബാസ്കറ്റ് ബോളിലിടാം. അങ്ങനെ ഒരു പ്രവണത നിങ്ങൾ ദയവ് ചെയ്ത് അവോയ്ഡ് ചെയ്യുക. ഡ്രീം 11 സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ ഫുട്ബോളിനെ കുറിച്ച് ഒരു ടീം ഇടാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഇൻ SL, GL കാര്യമല്ല, അറ്റ്ലീസ്റ്റ് ഇൻ SL. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ബെറ്റിങ്ങിലോട്ട് വരരുത്. നിങ്ങളുടെ ബെസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഫേവറേറ്റ് ഒരു സ്പോർട്സ് ഉണ്ടെങ്കിൽ ആ സ്പോർട്സിൽ മാത്രം നിങ്ങൾ ബെറ്റ് ചെയ്യാൻ പോവുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്പോർട്സിനെ ആദ്യം പഠിക്കുക. എങ്ങനെയാണ് ബെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓഡ്സ് ഫേവർ എന്നൊക്കെ പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ബെറ്റിങ്ങിലോട്ട് വരിക. പിന്നെ സ്പോർട്സിനെ കുറിച്ച് തീരെ ഒന്നും അറിഞ്ഞൂടാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റോ ഫുട്ബോളോ ബാസ്കറ്റ് ബോളോ ബേസ്ബോളോ അല്ലാന്നുണ്ടെങ്കിൽ വോളിബോൾ അങ്ങനത്തെ മാച്ചസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഡ്രീം 11 പക്ഷേ ബെറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ടെന്നീസ് ഉണ്ട്. കാരണം ഡ്രീം 11 ടെന്നീസ് ഒരിക്കലും ഒരു ടീം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൽ ടെന്നീസിനുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആർക്കും ഒരു വിവരവുമില്ല, പക്ഷേ ടെന്നീസിനെ കുറിച്ച് അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടെന്നീസിന് സ്റ്റാർട്ട് ചെയ്യാം. ടെന്നീസ് ആണെങ്കിലും ഉണ്ടല്ലോ ഇഷ്ടംപോലെ മാച്ചസ്. അപ്പോൾ ബെറ്റിങ്ങിന് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഡ്രീം 11 സംബന്ധിച്ചിടത്തോളം ഡ്രീം 11 അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. ഓക്കെ. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ഡിസിപ്ലിൻ എന്നുള്ള കാര്യം. കാരണം ചില സമയങ്ങളിൽ എമോഷൻസ് ടേക്ക് ഓവർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു ഓടിന് നിങ്ങൾ ബെറ്റ് വെച്ചു, നിങ്ങൾ ലോസ് ആയി. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ ഈ ലോസ് കവർ ചെയ്യണം എന്നുള്ളതായിരിക്കും. ഓക്കെ. അപ്പോൾ 1000 രൂപയിൽ 100 രൂപ ഓൾറെഡി നഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ ആ 900 രൂപയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ 1100 വരും എന്നുള്ളത്, അല്ലെങ്കിൽ ആ 900 രൂപയിൽ നിന്ന് എങ്ങനെ 1000 വരാം, ലോസ് കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? പിന്നെ ആ 100 എടുത്ത് വേറെ എവിടെയെങ്കിലും ഇടും. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത. അപ്പം അവിടെ നമ്മുടെ മനസ്സാണ് കയറി കളിക്കുന്നത്. നമ്മുടെ മൈൻഡ് കൈവിട്ടു പോകും. മൈൻഡ് ഒരിക്കൽ എമോഷൻസിലോട്ട് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൈൻഡ് ക്ലിയർ ആവാതെ നിങ്ങൾ ബെറ്റിങ്ങിലോട്ട് വരരുത്. ഒത്തിരി ട്രബിൾ ഉണ്ടാക്കും അത്. പിന്നെ ഫേവറിറ്റിസം എന്നുള്ളൊരു സംഭവമുണ്ട്.
ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ടീമിനെ ബെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ത്യയും ഓസ്ട്രേലിയയുടെ ഹോമിൽ കളിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഇന്ത്യൻ ഫാൻ എന്നുള്ള രീതിയിൽ മനസ്സിൽ അയ്യോ ഇന്ത്യ ജയിക്കണം, ഇന്ത്യക്ക് ബെറ്റ് ചെയ്യാം എന്നുള്ളൊരിത് കാണും. ഫാൻഷിപ്പ് അല്ലെങ്കിൽ ഫേവറിറ്റിസം അതെന്താണ് നമ്മുടെ മനസ്സിൽ കാണും. പക്ഷേ ബെറ്റിങ്ങിനെ സംബന്ധിച്ച് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഓസ്ട്രേലിയ ആണ് ആ ഹോം ടീം അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ ഗ്രൗണ്ടിലാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ അണ്ടർഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇന്ത്യ ആയിരിക്കും. കാരണം അവരുടെ ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് അണ്ടർഡോഗ്സ് എന്ന് ഞാൻ ഇന്ത്യ പറഞ്ഞത്, ഇന്ത്യ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിബിലിറ്റി വേറെയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ബെറ്റിംഗ് ഓഡ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺസ് ട്രിപ്പിൾ ആയിരിക്കാം. പക്ഷേ ഫേവറിറ്റിസം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഒരു ഹോം ടീം ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയെ മാത്രം ഫേവർ ചെയ്യാതെ സ്പോർട്സ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ വരിക. സ്പോർട്സ് ഇപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ടീം അല്ല ജയിക്കുന്നത് എന്ന മനസ്സിലൊരു ഹോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടീമിന് ബെറ്റ് ചെയ്യാൻ പോകരുത്. അല്ലാന്നുണ്ടെങ്കിൽ ആ മാച്ച് സ്കിപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇമോഷൻ നിങ്ങളെ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മാച്ച് ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യുക. കാരണം എമോഷൻ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബെറ്റിങ്സിൻ്റെ ആ ഒരു ലെവലും എല്ലാം പോകും, നിങ്ങൾ ലോസിലേക്ക് പോകും. പിന്നെയും അടുത്ത മാച്ച് ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വീണ്ടും ഫേവററ്റിസം വരും, നിങ്ങൾ വീണ്ടും ഫേവററ്റിന് വേണ്ടി കൊടുക്കും, കാശ് പോകും. അപ്പോൾ നിങ്ങളുണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ്. അപ്പോൾ ഡിസിപ്ലിൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ള ക്യാഷ് മൊത്തത്തിൽ അങ്ങ് പോകാൻ ചാൻസ് ഉണ്ട്. റെക്കോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഡ്രീം ലെവലിൽ പറഞ്ഞതുപോലെ ഞാൻ ഡ്രീം ലെവലിൽ ഒരു എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു. എക്സൽ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സൽ ഷീറ്റിൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം ക്യാഷ് ഇട്ടു, എത്രത്തോളം ക്യാഷ് പിൻവലിച്ചു, എത്രത്തോളം വിന്നിങ്സ് കിട്ടി, എത്ര പ്രോഫിറ്റാണ്, ആ ഒരു ദിവസം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്ത ദിവസം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. 15 ദിവസം ലോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. ആ ഒരു മാസത്തെ മൊത്തത്തിലുള്ള എമൗണ്ട് ഇൻവെസ്റ്റഡ്, എമൗണ്ട് വിഡ്രോൺ അല്ലെങ്കിൽ എത്ര പ്രോഫിറ്റ് എന്നുള്ളത് നോക്കുക. അപ്പോഴും ലോസ് ആണെന്നുണ്ടെങ്കിൽ ഡ്രീം ലോൺ ക്വിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ബെറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങനെ ഒരു സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ എക്സൽ ഷീറ്റ് എന്തെങ്കിലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ശരിക്കും അല്ലെങ്കിൽ നോട്ട് പാഡ് എന്താണെങ്കിലും അത് നിങ്ങളുടെ ആ ഒരു ഇഷ്ടം. നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം എത്രത്തോളം എമൗണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത്. കാരണം അതൊരു മണി മാനേജ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് ഞാൻ മുന്നേ പറഞ്ഞതാണ് മണി മാനേജ്മെൻറ്റിനെ കുറിച്ച്. ഒരു സ്പെസിഫിക് മാനേജ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. എത്രത്തോളം ഇട്ടു അല്ലെങ്കിൽ എത്രത്തോളം കിട്ടി എന്നുള്ളൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. എത്രത്തോളമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുള്ളത്, എത്രത്തോളം പ്രോഫിറ്റ് ആയെന്നോ എത്രത്തോളം കയ്യിൽ നിന്ന് പോയെന്നുള്ളതിന് യാതൊരു കണക്കും കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും നമ്മുടെ കയ്യിലൊരു റെക്കോർഡ് വേണം, ഒരു ട്രാക്ക് വേണം എപ്പോഴും, എല്ലാ കാര്യത്തിലും. ഡ്രീം ലോണിലാണെങ്കിൽ ശരി, ബെറ്റിലാണെങ്കിൽ ശരി, ഒരു എക്സൽ ഷീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ട്രസ്റ്റിംഗ് ബെറ്റിംഗ് സൈറ്റിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാരണം ട്രസ്റ്റിംഗ് ബെറ്റിംഗ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സൈറ്റുകളും ഫേക്കാവാം. കാരണം ചുമ്മാ നിങ്ങൾ ബെറ്റിംഗ് അടിക്കുമ്പോഴത്തേക്ക് ഒത്തിരി സൈറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതിപ്പോൾ ഇന്ത്യയിലുള്ളതാണെങ്കിലും ഇന്ത്യക്ക് പുറത്തുള്ളതാണെങ്കിലും. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രസ്റ്റഡ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് നോക്കണം. കാരണം ചില സൈറ്റുകളിൽ കസ്റ്റമർ സപ്പോർട്ട് കുറവാണ്. കസ്റ്റമർ സപ്പോർട്ട് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ സപ്പോർട്ട് തീരെയില്ല എന്നല്ല, കസ്റ്റമർ സപ്പോർട്ട് കുറവായിരിക്കും. പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് നിങ്ങളുടെ ചില പാൻ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഡ്രീം ലോണിലാണെങ്കിൽ നിങ്ങൾ പാൻ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെ ചില സൈറ്റുകൾ ഇത് മിസ്യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ പ്രൈവറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സൈറ്റ് ആണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ ആ ഒരു സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ ഇൻക്ലൂഡിങ് യുവർ പാൻ കാർഡ് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ. പിന്നെ ഡോണ്ട് പേ ഫോർ പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം ടീം പോലെ തന്നെ നമ്മുടെ ബെറ്റിങ്ങിലും ക്യാഷ് കൊടുത്ത് നമുക്ക് ടിപ്പ് കിട്ടുന്ന ഒത്തിരി ടെലിഗ്രാമിലാണെങ്കിലും വെബ്സൈറ്റ്സ് ആണെങ്കിലും ഒത്തിരി ഉണ്ട്. അത് നമ്മുടെ ഡ്രീം ലോണിനെ പോലെ അല്ല. ബെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ആണ്, ഗ്ലോബൽ ആണ്. ഡ്രീം ലോൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് മാത്രം കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ ബെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗ്ലോബലാണ്. ഇഷ്ടംപോലെ ബുക്കീസ് ഉണ്ട്, ഇഷ്ടംപോലെ ബുക്ക് മേക്കേഴ്സ് ഉണ്ട്. അവരെല്ലാം ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണെന്നുള്ള ഓഡ്സ് ഫേവർ നിങ്ങൾ ആര് ജയിക്കുന്നു. അപ്പം സപ്പോസ് ഇന്ത്യ ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യ ജയിക്കും എന്നുള്ള ടിപ്പൊക്കെ നിങ്ങൾക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ ഇതിൽ 90% ആൾക്കാരും ഫേക്കാണ്. നിങ്ങൾക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ആരാണ് ഒറിജിനൽ എന്നൊക്കെ. കാരണം ടെലിഗ്രാം ആണെങ്കിൽ ചിലപ്പോൾ 1 ലക്ഷം മീൻസ് 1 ലക്ഷം മെമ്പേഴ്സോ, ഈ ഒരു യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിൽ
1 ലക്ഷം സബ്സ്ക്രൈബേഴ്സും അങ്ങനെയൊക്കെ കണ്ടെന്നിരിക്കാം. പക്ഷേ ഇവർ കൂടുതലും ഫേക്കാണ്. അതായത് നിങ്ങളുടെ ക്യാഷ് എടുക്കും, അവർ നിങ്ങളെ പറ്റിക്കും. നിങ്ങൾക്കൊരു ടിപ്പ് തരും, പക്ഷേ ആ ടിപ്പ് വെച്ച് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ അവരുടെ പ്രൈം പാക്കേജോ അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കേജിനോ കൊടുത്ത ക്യാഷും പോയി, ബെറ്റ് ചെയ്യാനുള്ള ക്യാഷും പോയി, അൾട്ടിമേറ്റ് ലോസ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത്, ഒരു സ്പോർട്സിനെ കുറിച്ച് ഇൻഫോർമേഷൻ ഇല്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്ലിയർ ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിലോ നിങ്ങൾ ബെറ്റിങ്ങിലോട്ട് വരരുത്. കാരണം ആരും പുഷ് ചെയ്യുന്നില്ല നിങ്ങളെ ബെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ സോൾ ചോയ്സ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ മനസ്സിലുള്ള ചോയ്സ് നിങ്ങൾ ഒരു പ്രൈം പാക്കേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള ടിപ്പ് ദയവ് ചെയ്ത് എടുക്കരുത്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഇന്ത്യ ഓസ്ട്രേലിയ മാച്ചിൽ അവർ പറയും ഇന്ത്യയാണ് ജയിക്കാൻ പോകുന്നത്, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഓസ്ട്രേലിയയാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡബിൾ മൈൻഡായി, നിങ്ങളുടെ മൈൻഡ് ക്ലിയർ അല്ല. അപ്പോൾ ഓക്കെ, ബുക്ക് ചെയ്യുന്നടുത്ത് പറഞ്ഞല്ലേ ഇത് ജയിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവർ പറഞ്ഞ ആൾക്ക് പോയി വോട്ട് ചെയ്യും. തീർന്നു, ബെറ്റ് സ്ലിപ്പിൽ കാശ് മൊത്തം തീർന്നു, അത്രേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും നല്ലോണം ടിപ്പ് തരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ വളരെ റെയറാണ്, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഫോർ ദ ടൈം ബീങ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും പ്രൈം പാക്കേജോ അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുത്തോ ബെറ്റിംഗ് ടിപ്സ് വാങ്ങിക്കരുത്. നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യുക ബെറ്റിംഗ് എന്നുള്ള രീതിയിൽ, ചെറിയൊരു എമൗണ്ടിൽ. ഞാൻ പറയുന്നത് 100 രൂപയോ അല്ലെങ്കിൽ 50 രൂപയുടെ കാര്യങ്ങളാണ്, അല്ലാണ്ട് 1000 രൂപയോ ലക്ഷങ്ങളുടെ കാര്യങ്ങളല്ല. ലക്ഷങ്ങൾ വന്ന് മറിയുന്ന ടൈം ഒരിക്കൽ വരും. പിന്നെ ഗ്രീഡി ആവരുത്. ഞാൻ നിങ്ങളടുത്ത് ഒരു ടിപ്പും കൂടെ എക്സ്ട്രാ പറയാനുള്ളൂ. ഗ്രീഡി ആവരുത്. സപ്പോസ് നിങ്ങൾ ഒരു മാച്ചിൽ 10 ബെറ്റ് സ്ലിപ്പ് വെച്ചു, ആ 10 ബെറ്റ് സ്ലിപ്പ് 10ഉം പ്രോഫിറ്റാണ്. നിങ്ങൾക്ക് ഏകദേശം 1 ലക്ഷത്തോളം പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഒരു കാര്യം ചെയ്യുള്ളൂ, 1 ലക്ഷവും അതിൻ്റെ കൂടെയുള്ള എല്ലാം കൂടെ എടുത്ത് അടുത്ത മാച്ചിൽ ഇടാൻ നിങ്ങൾ ദയവ് ചെയ്ത് വിചാരിക്കരുത്. സെയിം ഇൻവെസ്റ്റ്മെൻറ്റിൽ പോവുക, സെയിം ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം ലക്ക് എന്നുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരും നാളെ പോകും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഗ്രീഡി ആവരുത്, അതും എനിക്ക് നിങ്ങളടുത്ത് പറയാനുണ്ട്. ഇതാണ് ടോപ്പ് ബെറ്റിംഗ് സൈറ്റ് എന്ന് പറയുന്നത്. വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ബുക്ക് മേക്കറാണ് Bet365. കൺവീനിയൻറ്റ് ഡെപ്പോസിറ്റ് ഓപ്ഷൻസ് ഉണ്ട്, വിസ കാർഡിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, സ്ക്രില്ലുണ്ട്, നെറ്റ്സെല്ലർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഒത്തിരി സ്പോർട്സിൻ്റെ സെലക്ഷൻസ് ഉണ്ട്, കാസിനോ ഗെയിംസും ഉണ്ട്. നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ സർവീസ് ഭയങ്കര ബിസിയാണ്. ഒത്തിരി അവരെ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെൽക്കം ബോണസ് അത് അല്പം കുറവാണ്. ലിയോ വേഗാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൊബൈൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് എവിടെയാണെങ്കിലും. പിന്നെ ഓൺലൈൻ കാസിനോ ഗെയിംസ് ഉണ്ട്, ഓൺലൈൻ സ്ലോട്ട്സ് ഉണ്ട്, ലൈവ് കാസിനോ ടേബിൾസ് ഉണ്ട്. കൂടുതൽ കാസിനോയ്ക്ക് വേണ്ടിയുള്ള ഒരു സൈറ്റാണ് ലിയോ വേഗാസ്. ഇതെല്ലാം ഇന്ത്യയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. രജിസ്ട്രേഷൻ അതുപോലെ വളരെ സൂപ്പർ ഫാസ്റ്റ് ആണ്, 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ് ബെറ്റിംഗ് ഓപ്ഷൻസ് കുറവാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാസിനോയ്ക്കാണ് കൂടുതൽ അവർ ഫേവറിറ്റിസം ഉള്ളത്. അതുകൊണ്ട് കബഡിയോ അങ്ങനത്തെ ഹോഴ്സ് റേസിംഗ് അങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടത്തില്ല. പിന്നെ പ്രൊമോഷൻസും വളരെ കുറവാണ്. പിന്നെ ഈ 22 ബെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബെറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്, ഒത്തിരി അധികം ബെറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ഒരുപാട് സ്പോർട്സ് ഉണ്ട് അതിനകത്ത്. ക്യാഷ് ഡെപ്പോസിറ്റ് കൺവീനിയൻറ്റ് മെത്തേഡ്സ് ഒത്തിരി ഉണ്ട്, സ്ക്രില്ലുണ്ട്, നെറ്റ്സിലുണ്ട്, ഈവൻ ക്രിപ്റ്റോ കറൻസി ഉണ്ട്. പിന്നെ കസ്റ്റമർ സർവീസ് എക്സലൻ്റ് ആണ്, 24/7 ലൈവ് ചാറ്റ് ഉണ്ട്. പക്ഷേ 22 ബെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റിംഗ് പ്ലാറ്റ്ഫോം ഓൾഡാണ്, സെർവർ വളരെ സ്ലോ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് മൊത്തത്തിലൊരു ലാഗ് ഫീൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു യൂസർ ഫ്രണ്ട്ലി ഗ്ലിച്ചൊക്കെ സംഭവിക്കും. ഓക്കെ, കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഇൻഎഫിഷ്യൻ്റ് ആണ്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കത്തില്ല എന്നല്ല, പെട്ടെന്ന് നടക്കത്തില്ല. ബോർഡോഗ് വേറൊരു സൈറ്റാണ്. ഒത്തിരി ലൈവ് ബെറ്റിംഗ് സർവീസ് ഉണ്ട്, ലൈക്ക് ക്രിക്കറ്റ്, ഫുട്ബോൾ, ടെന്നീസ്, ഗോൾഫ്, ഒരുപാടുണ്ട്. സൂപ്പർ ഫാസ്റ്റ് ആണ്, കസ്റ്റമർ സർവീസ് എഫിഷ്യൻ്റ് ആണ്, ഫുൾ ടൈം ലൈവ് ചാറ്റ് ഉണ്ട്. പിന്നെ പ്രൊമോഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും റിവാർഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒത്തിരി ഉള്ള ഒരു സൈറ്റാണ് ബോർഡോ. പിന്നെ വിഡ്രോവൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. നേരത്തെ കണ്ടതുപോലെയുള്ള വിഡ്രോവൽ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഓപ്ഷൻസ് ഒക്കെ കുറവാണ്. പിന്നെ ഹോഴ്സ് റേസ് ബെറ്റിംഗ് ഇല്ല. മെൽബെറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ലൈവ് ബെറ്റിംഗ് ഫീച്ചറാണ് ഇതിനകത്തുള്ളത്. ഒത്തിരി ഡെപ്പോസിറ്റ് ഓപ്ഷൻസ് ഉണ്ട്, ഈവൻ പേടിഎമ്മും ഉണ്ട് മെൽബെറ്റിൽ, ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്, ആസ്ട്രോ പേ കാർഡ് ഉണ്ട്, ഒരുപാടുണ്ട്. പിന്നെ ഇ സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ടയുണ്ട്, ഡോട്ടയിൽ ബെറ്റ് ചെയ്യാം, CS ഉണ്ട്, ഫിഫ ഉണ്ട്, ഒത്തിരി ഗെയിംസ് ഉണ്ട്. പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഗെയിംസ് ഉള്ളത് കൊണ്ട് ക്ലറ്റഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി മിക്സഡ് ആയിരിക്കാം. അത് കാരണം നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓരോന്നായിട്ട് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് സെലക്ട് ചെയ്യാനൊക്കെ. ക്രൗഡഡ് ആണ് ഒത്തിരി.
പ്രൊമോഷൻസ് എല്ലാം കാസിനോ ഗെയിംസിനെ ആണ് ലിമിറ്റഡ് ചെയ്തത്. കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുവിധം, ഞാൻ ഫുള്ളി ആവുമെന്ന് ഞാൻ പറയുന്നില്ല, ഒരുവിധം നിങ്ങൾക്ക് എങ്ങനെയാണ് ബെറ്റിംഗ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും. അപ്പോൾ ഞാൻ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ലൈവായിട്ട് എങ്ങനെ ബെറ്റ് സ്ലിപ്പ് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ഞാനിത് ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള Bet365 ആണ്. Bet365 മൊബൈലിൽ ഉണ്ടെന്നുണ്ടെങ്കിലും വെബ്സൈറ്റിലാണ് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് കൂടുതൽ, അതുകൊണ്ടാണ് ഞാൻ വെബ്സൈറ്റ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ബൊറൂസിയ, ഇപ്പോൾ നമ്മളെ ഫേവറേറ്റ് മാച്ച് ബൊറൂസിയാണ്. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കുന്നതേ ഉള്ളൂ. ബൊറൂസിയ വേഴ്സസ് ഡോർട്ട്മണ്ട് മാച്ച് 6:30 ശനിയാഴ്ച മാച്ച് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള ആ മാച്ചിൻ്റെ ഫുൾ ഓഡ്സ് നിങ്ങൾക്ക് കിട്ടും. ഒത്തിരി കാണും, ഒത്തിരി സ്പ്ലിറ്റ് കാണും. ഇനി ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഫുൾ ടൈം റിസൾട്ടിൽ ബൊറൂസിയ ഞാൻ പറഞ്ഞു 1.7, ഡ്രോ ആണെങ്കിൽ 4, 4.5. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ ബെറ്റ് സ്ലിപ്പ് ചോദിക്കും. ബെറ്റ് സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൊറൂസിയ ഡോർട്ട്മണ്ടിൻ്റെ 1.7 ആണ് സ്റ്റേക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? സപ്പോസ് ഞാൻ 1000 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1000 ഇൻവെസ്റ്റ് ചെയ്യുന്നു, 1700 റിട്ടേൺ വരുന്നു. ഇനി ഇത് ക്ലിക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. എൻ്റെ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് വരത്തില്ല, ഡെപ്പോസിറ്റ് ചെയ്യണം തുടങ്ങിയിട്ട്. അപ്പോൾ സപ്പോസ് നിങ്ങൾ ഡ്രോയ്ക്കാണ് കൊടുക്കുന്നതെന്ന് വെച്ചോ. ഡ്രോയ്ക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോസ് ഒരു 1000 ആണെന്നുണ്ടെങ്കിൽ ബെറ്റ് ചെയ്യുന്നത് 1000, റിട്ടേൺ ചെയ്യുന്നത് 4000. പിന്നെ വൂൾസ്ബർഗിൻ്റെ ആണെന്നുണ്ടെങ്കിൽ വൂൾസ്ബർഗിൻ്റെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോസ് 1000 ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ 4500. അതാണ് ശരിക്കും പറഞ്ഞാൽ ബെറ്റിംഗ് ഓഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളിപ്പോൾ ഇവിടെ 1000 കൊടുത്തു. ഇനി ഡ്രോയ്ക്ക് നിങ്ങളൊരു 1000 കൊടുത്തു. ബൊറൂസിയയ്ക്ക് പിന്നെ ഒരു 1000 കൊടുത്തു. അതായത് നിങ്ങൾ ടോട്ടൽ 3000 എന്നുള്ളൊരു എമൗണ്ട് കൊടുത്തു. ഏതെങ്കിലും ഒരാൾ ജയിക്കും എന്നുള്ളത് കൺഫേം ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസൾട്ട് വരും എന്നുള്ള കാര്യം കൺഫേം ആണ് ഡ്രോ ആണെന്നുള്ളത്. ഇപ്പോൾ സപ്പോസ് ഡ്രോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4000 കിട്ടും. നിങ്ങൾ ടോട്ടൽ ഇട്ടേക്കുന്നത് 3000 ആണെങ്കിൽ നിങ്ങൾക്ക് 4000 കിട്ടും, 1000 റുപ്പീസ് പ്രോഫിറ്റ്. നേരെ മറിച്ച് ബൊറൂസിയാണ് ജയിക്കുന്നുണ്ടെങ്കിൽ 3000 ഇട്ടു, 1700 കിട്ടത്തുള്ളൂ, ബാക്കി 1300 ലോസ്. സപ്പോസ് വോൾസ്ബർഗ് ആണ് ജയിക്കുന്നുണ്ടെങ്കിൽ 3000 ഇട്ടു, 4500 കിട്ടി, അതായത് 1500 രൂപ പ്രോഫിറ്റ്. അപ്പോൾ ഇതിൽ നിങ്ങൾ വലിയൊരു റിസ്ക് ആണ് എടുക്കുന്നത്. സപ്പോസ് ബൊറൂസിയ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോസ് ആണ്, പക്ഷേ വേറെ എന്തൊരു റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ചാൻസ് ആണ്. അപ്പോൾ സപ്പോസ് നിങ്ങൾ ബൊറൂസിയ ജയിക്കത്തില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം അവോയ്ഡ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2000 വെച്ച് കളിക്കാം. നിങ്ങൾ 2000 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിനിമം 2000 രൂപയുടെ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെയാണെങ്കിൽ 2000, ഇവിടെയാണെങ്കിൽ 2500. അപ്പോൾ നിങ്ങൾക്ക് ബെറ്റിംഗ് ഓഡ്സ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സ്കോർ വൂൾസ്ബർഗ് 1, ബൊറൂസിയ ഡോർട്ട്മണ്ട് 3 അല്ലെങ്കിൽ 4 ഇത്രയും ആവുമെന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അറിയാം ബെറ്റിംഗ് ഓഡ്സ് ചേഞ്ച് ആവുമെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ 7 ആവുമെന്ന് പറയുന്നു, വോൾസ്ബർഗ് ഒരു 1 ആവുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 251% ആണ്. അതായത് ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു പ്രോബിലിറ്റിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം, 1000 രൂപ ഇട്ട് കഴിഞ്ഞാൽ 2,51,000 രൂപ. കാരണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഇത്. അതാണ് എൻ്റെ ഒരു സത്യം. പക്ഷെ നടന്നാൽ അതാണ് എപ്പോഴും ബെറ്റിങ്ങിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഹാഫ് ടൈമിൽ എങ്ങനെയാണെന്നുള്ളത്, ഹാഫ് ടൈമിൽ വോൾസ്ബർഗ് ആണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ 7.5, ഹാഫ് ടൈമിൽ ഡ്രോ ആണെന്നുണ്ടെങ്കിൽ 15, ഹാഫ് ടൈം ബൊറൂസിയ ആണെന്നുണ്ടെങ്കിൽ 19. അപ്പം നിങ്ങളിതെല്ലാം ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം ഹാഫ് ടൈമിൽ ഡ്രോ ആണെന്നുണ്ടെങ്കിൽ 10, ഡ്രോ ആണെങ്കിൽ 6.5, ഡ്രോ ബൊറൂസിയ ആണെന്നുണ്ടെങ്കിൽ 4.75. അപ്പോൾ അതാണ് ഞാനീ പറയുന്നത്. ഒത്തിരി ഫോർമാറ്റ്. ഇപ്പോൾ ഗോൾസ് അണ്ടർ ഓവർ എന്ന് പറയുന്നത്, അതായത് ഗോൾസ് 2.5 ആണ് നോർമലി ആ മാച്ചസിൽ ഇപ്പം സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചോളൂ. 2.5ന് മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് കുറവാണ്. അതായത് നോർമലി ബൊറൂസിയയുടെ മാച്ചിൽ 2.5ന് മുകളിൽ ഗോൾസ് സ്കോർ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അവരൊരു ബേസ് ലൈൻ 2.5 എന്ന് വെച്ചിരിക്കുന്നത്. പക്ഷേ അണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ചാൻസ് ആണ്, മീൻസ് ഹൈ എമൗണ്ട് ആണ്, ചാൻസ് വളരെ ലെസ് ആണ്. അപ്പോൾ ബെറ്റിങ്ങിൻ്റെ ഓഡ്സ് വളരെ കൂടുതലാണ് അണ്ടറിന്.
പിന്നെ ബോത്ത് ടീം ടു സ്കോർ, യെസ് നോ. യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടീംസ് സ്കോറിങ്, കാരണം ഇതുവരെയുള്ള അവരുടെ റെക്കോർഡ്സ് വെച്ചിട്ട് രണ്ട് ടീംസും സ്കോർ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അവിടെ എമൗണ്ട് മീൻസ് ബെറ്റിംഗ് ഓഡ് കുറഞ്ഞത്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ടീംസ് സ്കോർ ചെയ്യത്തില്ല എന്നുള്ളതാണ്. രണ്ട് ടീം സ്കോർ ചെയ്യത്തില്ല എന്നുള്ളത് 2.2 ആണ് വന്നിരിക്കുന്നത് ഇവിടെ. അതാണ് ഞാൻ പറയുന്നത്, സ്പോർട്സിനെ കുറിച്ച് നോളജ് ഇല്ലാത്തവർ ദയവേത് വരരുത്. പിന്നെ ഗോൾ സ്കോറേഴ്സ്, ഫസ്റ്റ് ഗോൾ അടിക്കാൻ പോകുന്ന ഹാളൻഡാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഗോൾ അടിക്കാൻ പോകുന്ന ഹാളൻഡാണ്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഗോൾ അടിക്കാൻ പോകുന്ന ഹാളൻഡാണ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ കുറഞ്ഞതുണ്ടോ? കാരണം ഹാളൻഡ് മിക്കവാറും ഗോൾ അടിക്കുന്നുള്ള എല്ലാവർക്കും അറിയാം. ഇനി ഇവിടെ എനി ടൈം എന്നുള്ളത് ജൂലിയൻ ബ്രാൻഡാണ് ഇതിലുള്ളതിൽ പൊസിഷൻ അങ്ങോട്ട് മാറുന്നത്, ഗോൾ അടിക്കാൻ ചാൻസ് കുറവുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ 3.25 വന്നത്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 9ഉം 9ഉം ഒക്കെയാണ്. അതുപോലെ എല്ലാ പ്ലേസിൻ്റെ ഉണ്ട് ഇവിടെ. നോ ഗോൾ സ്കോർ ആണെങ്കിൽ തന്നെ 15-15 ഉണ്ട്. ഒട്ടും പോസിബിൾ അല്ലാത്ത ഹമ്മൽസ് എന്ന് പറഞ്ഞാൽ ഡിഫൻഡറിന് പോലും നമുക്കിവിടെ ബെറ്റ് ചെയ്യാൻ പറ്റും. ഇനി മൾട്ടി സ്കോറേഴ്സ് ഉണ്ട്, 2 or more സ്കോർ ചെയ്യാന്നുള്ളതുണ്ട്. ഇവിടെ എല്ലാ പ്ലേയേഴ്സിനും അങ്ങനെ ചെയ്യാം. ബോത്ത് ടീം ടു സ്കോർ, അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. അതിപ്പം ഫുട്ബോളിന് മാത്രമല്ല, ക്രിക്കറ്റിനുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ അമേരിക്കൻ ഫുട്ബോൾ, ബേസ്ബോൾ, ബാസ്കറ്റ് ബോൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, മോട്ടോർ സ്പോർട്സ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എങ്ങനെയാണ് ബെറ്റിംഗ് നടക്കുന്നതെന്നുള്ളത്. ഇപ്പം നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇത് ക്ലിക്ക് ചെയ്യുന്നു, ഇതിൽ 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 ക്ലിക്ക് ചെയ്യുന്നു. ടോട്ടൽ നിങ്ങൾ ഇടാൻ പോകുന്നത് 100, 100, 100, 100, 100, 100, 100. ടോട്ടൽ 700 രൂപ, 7 എണ്ണത്തിൽ 700 രൂപ നിങ്ങൾ ഇട്ടു, 5071. അതാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞത്, ഒരൊറ്റ സ്ലിപ്പ് അല്ലാണ്ട് ഒരു 7-8 ബെറ്റ് സ്ലിപ്പായിട്ട് നിങ്ങൾ കൊടുക്കുക. പല കാര്യത്തിൽ ഒരു മാച്ചിൻ്റെ അങ്ങക്ക് അറിയാമെന്നുള്ള കാര്യത്തിലെല്ലാം നിങ്ങൾ കയറി ബെറ്റ് ചെയ്യുക. ഇപ്പോൾ ടോട്ടൽ ഒരു 700 ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ലോസ് ആയാൽ തന്നെ ഇതിൽ റിക്കവർ ആകും ടോട്ടലിൽ. അങ്ങനെ വേണം നിങ്ങൾ എപ്പോഴും ബെറ്റ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് പോസിബിൾ ഓക്കെ ഇവിടെയാണ് നമ്മുടെ കയ്യിൽ ഒരു 10,000 രൂപയുണ്ട്, ഓക്കെ വോൾസ്ബർഗ് അല്ല ബോർട്സ്മണ്ട് ജയിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ബോറൂസിയ ഡോർട്ട്മണ്ടിന് മാത്രം നിങ്ങൾ ബൊറൂസിയ ഡോർട്ട്മണ്ടിന് മാത്രം, ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ബൊറൂസിയ മാത്രമാണ് നിങ്ങൾ ഫേവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ് 10,000 ഉണ്ട്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? 10,000 രൂപ ഇവിടെ. ഇപ്പോൾ തോറ്റാലോ 10,000 രൂപ പോയി. ജയിച്ചാൽ 12,000 കിട്ടി, പക്ഷെ തോറ്റാലോ 10,000 പോയില്ലേ. അപ്പോൾ നേരെ മറിച്ച് നിങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ട് ഇട്ട് കഴിഞ്ഞാലോ നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രോഫിറ്റ് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വെച്ചിട്ട് നിങ്ങൾക്കൊരു ഏണിംഗ് ഉണ്ടാക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചില മാച്ചിൽ നിങ്ങൾക്ക് കിട്ടാം, ചില മാച്ചിൽ നിങ്ങൾക്ക് ലോസ് ആവാം. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് ഓൾമോസ്റ്റ് 38 മിനിറ്റ്സ് ആയിരിക്കുകയാണ്. എക്സ്ട്രീംലി സോറി, കാരണം ഇത്രയും പറയാതെ ബെറ്റിംഗ് കംപ്ലീറ്റ് ആവത്തില്ല. അത്രയധികം കാര്യങ്ങളുണ്ട്. ബെറ്റിംഗ് എന്ന് പറഞ്ഞാൽ വാസ്റ്റാണ്, ഇതിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ സേഫായിട്ട് ബെറ്റ് ചെയ്യുക. ബെറ്റിങ്ങിൻ്റെ ലീഗാലിറ്റി നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അലൗഡ് ആണോ എന്നുള്ള കാര്യം നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള സൈറ്റ്. Bet365 ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സൈറ്റ്, പക്ഷേ ഞാൻ ബെറ്റിങ്ങിനെ പ്രൊമോട്ട് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലെത്തിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ കിടിലൻ ഇൻഫോർമാറ്റീവ് വീഡിയോസിന് വേണ്ടി വീണ്ടും ഞാൻ വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ.